ജീവിതം എപ്പോഴും ഒരു മരുഭൂമി പോലെ ഒരു പച്ചിപ്പുമില്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിന്റെ മരുഭൂമി പോലുള്ള അനുഭവങ്ങളെ കർത്താവ് എടുത്തു മാറ്റി ഒരു പൂന്തോട്ടം പോലെ, ഒരു പച്ചപ്പുല്ല് വിരിച്ച മൈതാനം പോലെ നിങ്ങളുടെ ജീവിതമാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു? അതാണ് ഇന്നത്തെ മെസ്സേജ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. ഇവിടെ പ്രവാചകൻ പ്രവചിക്കുകയാണ്, ഇപ്പോൾ നിന്റെ ജീവിതം ഒരു മരുഭൂമി പോലെ, അല്പം പോലും നീരുറവയില്ലാത്ത, പച്ചിപ്പില്ലാത്ത, വറ്റി വരണ്ട് കിടക്കുന്ന പ്രതലം പോലെ ഉണങ്ങി കരിഞ്ഞു കിടക്കുന്നെങ്കിൽ ഇവിടെ പ്രവാചകൻ ആത്മക്കണ്ണുകളോടെ പ്രവചിക്കുക, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്നാൽ ഇപ്പോൾ മരുഭൂമി പോലെ ഉണങ്ങി കരിഞ്ഞു കിടക്കുന്ന പ്രതലം ഒരു പൂന്തോട്ടം പോലെ, ഒരു ഉദ്യാനം പോലെ ആയിത്തീരുമെന്ന് പ്രവാചകൻ പ്രവചിക്കുക. ഈ രാവിലെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടാകട്ടെ, കർത്താവേ, എനിക്ക് ഉയരത്തിലെ ആത്മാവിനെ എൻ്റെ മേൽ വരണം. അതായത് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ പകരപ്പെടണം. മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹം പകരുമെന്നാണ് മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം വെളിപ്പെടുത്തുന്നത്. അവിടെ ഒരു അനുഗ്രഹത്തിന്റെ പകർച്ച കാണും. അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി നമുക്ക് പകർന്നു തന്നെന്ന വചനം പറയും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതമാകുന്ന മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പകർച്ച വെളിപ്പെട്ടാൽ നിങ്ങളുടെ ആ കരിഞ്ഞിയ അവസ്ഥ, ഉണങ്ങിയ അവസ്ഥ മാറി നിങ്ങളുടെ ജീവിതം ഒരു ഉദ്യാനം പോലെയായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നതാണ് ഈ വചനത്തിന്റെ സന്ദേശം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, ഈ മരുഭൂമി മാറണം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, എത്ര നാളുകളിരുന്ന് പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിന്റെ മരുഭൂമി മാറിപ്പോകാതെ സ്തോത്രം. എന്നും വരൾച്ചയും പച്ചിപ്പില്ലാത്ത അവസ്ഥയും കണ്ട് മടുത്ത ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ ആത്മാവ് അവരുടെ മേൽ വരണമേ. ആ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിന്റെ മരുഭൂമി മാറി അതൊരു ഉദ്യാനമായി മാറട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ ഉയരത്തിലെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങളുടെ ജീവിതം ഒരു പൂന്തോട്ടം പോലെ ആയിത്തീരും. God bless you.